ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയെ എത്രയും അടുത്തനുകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പുത്രനായ യേശു പിതാവിൻ്റെ വചനമാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്നാണ് യേശു പിതാവിൻ്റെ വചനമാണെന്നത്. യോഹന്നാൻ 1:1 നാം ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വാക്യം യേശു ദൈവത്തിൽ നിന്നും ദൈവത്തോടു കൂടിയും ഉള്ള വ്യക്തിയാണെന്ന് വ്യക്തമാക്കുന്നു. യേശുവാകുന്ന വചനത്തിലൂടെ നാം പിതാവിനെ അറിയുന്നു. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ യേശുവിനെ അറിയുന്നത് ദൈവത്തെ അറിയുന്നതിന് തുല്യമാണ്. യേശുവിൻ്റെ ജീവിതം, പഠിപ്പിക്കലുകൾ, മരണം, പുനരുത്ഥാനം എന്നിവയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നാം മനസ്സിലാക്കുന്നു. യോഹന്നാൻ 14:6 യേശു ഇങ്ങനെ പറയുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ കൂടാതെ ആരും പിതാവിങ്കൽ എത്തുന്നില്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കാനും സാധിക്കൂ. ഈ നോമ്പുകാലം നമുക്ക് യേശു ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള ഒരു അവസരമാണ്. നോമ്പ് ആചരിക്കുന്നതിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ആത്മീയ പുരോഗതി. നോമ്പ് നമ്മുടെ ആത്മീയതയെ ശക്തിപ്പെടുത്താനും ദൈവവുമായി അടുക്കാനും സഹായിക്കുന്നു. പ്രാർത്ഥന, വചനവായന, ധ്യാനം എന്നിവയിലൂടെ ദൈവത്തോടുള്ള ഭക്തി വളർത്താൻ നോമ്പുകാലം അനുയോജ്യമാണ്. പാപബോധം. രണ്ടാമതായി, നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞും ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും ക്ഷമ ചോദിച്ചും പാപബോധത്തിൽ നിന്ന് മോചനം നേടാൻ നോമ്പ് നമ്മെ സഹായിക്കുന്നു. അടുത്തതായി, സ്വയം നിയന്ത്രണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശക്തി നേടാൻ നോമ്പ് നമ്മെ സഹായിക്കുന്നു. സഹാനുഭൂതി. ദരിദ്രരോടും ദുരിതം അനുഭവിക്കുന്നവരോടും സഹാനുഭൂതി കാണിക്കുവാനും അവരെ സഹായിക്കുവാനും നോമ്പ് നമ്മെ സഹായിക്കുന്നു. കൃതജ്ഞത. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ത്യാഗത്തിനും നന്ദി പ്രകടിപ്പിക്കുവാൻ നോമ്പ് ഒരു അവസരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നോമ്പാചരണത്തിൻ്റെ പ്രസക്തി എന്താണ്? ആധുനിക ലോകത്തിൽ ഭൗതിക സുഖങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം വഹിക്കുന്നു. നോമ്പ് ഈ ഭൗതികതയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് ദൈവത്തിലേക്ക് തിരികെ നമ്മെ നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ധാരാളം തിരക്കുകളും സമ്മർദ്ദങ്ങളുമുണ്ട്. നോമ്പ് നമുക്ക് ശാന്തതയും ധ്യാനവും നൽകുന്നു. ദൈവവുമായി ഏകാന്തതയിൽ സമയം ചെലവഴിക്കുവാനും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നോമ്പ് നമുക്ക് അവസരം നൽകുന്നു. നോമ്പ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരോട് കൂടുതൽ കരുണ കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു വ്യക്തിപരമായ ആത്മീയ അനുഷ്ഠാനം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയുടെയും സഹാനുഭൂതിയുടെയും പ്രതീകമായി മാറുന്നു. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥന, വചന വായന, ധ്യാനം എന്നിവയിലൂടെ ദൈവവുമായി അടുക്കാൻ ഒരു അവസരമായി തീരട്ടെ. പാപങ്ങളിൽ നിന്ന് ക്ഷമ ചോദിക്കുവാനും പുതിയ ജീവിതം ആരംഭിക്കുവാനും ഈ നോമ്പ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.